ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റും കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിതിപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ഞാനിവിടെ അത്യാവശ്യം മീഡിയം സൈസ് ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിരുന്നത്. അത് നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ച് വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത് കട്ടി കൂടിയ വെന്ത് കിട്ടില്ല കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 തവി മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3/4 തവി അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് വെള്ളം ചേർക്കണ്ട. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വാഴയ്ക്കാപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുഴച്ചെടുക്കില്ലേ, ആ പരുവത്തിന് വേണം കേട്ടോ നമ്മുടെ ഈ മാവ് കിട്ടാനായിട്ട്. നല്ല കട്ടിയും ആവരുത്, തോനെ ലൂസും ആയി പോവരുത്. അങ്ങനെ ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം കേട്ടോ നമ്മുടെ മാവ് കിട്ടാനായിട്ട്. ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഓരോന്നും നമ്മുടെ ഈ മാവിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ക്യാരറ്റ് വെന്ത് കിട്ടില്ല, കട്ടിക്ക് തന്നെ ഉണ്ടാവും. മാവ് പെട്ടെന്ന് വെന്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇനി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം കേട്ടോ ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ക്യാരറ്റ് ആയതുകൊണ്ട് കുറച്ച് താമസമുണ്ട് കേട്ടോ. നമ്മൾ വാഴയ്ക്കാപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ആക്കിയെടുക്കാൻ പറ്റില്ല. ക്യാരറ്റ് ഒന്ന് വെന്ത് വരണ്ടേ, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും. ക്യാരറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാകും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. മക്കളൊക്കെ ക്യാരറ്റ് കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കുക. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.